കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടു കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിലാപകരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലൊരു നല്ല കാലം വരണമെന്നല്ലേ. ഒരു നല്ല കാലത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് വിളിച്ച് പറയാം. ഒരു നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഏതൊക്കെ മേഖലയിൽ, ചിലപ്പോൾ ഒരുപക്ഷെ കുടുംബജീവിതത്തിലോ തലമുറയുമായി ബന്ധപ്പെട്ടോ അവരുടെ ഭാവിയോ വിദ്യാഭ്യാസമോ അവരുടെ മേലുള്ള വാഗ്ദത്തങ്ങളോ നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങളോ ശുശ്രൂഷാ തലങ്ങളോ സാമ്പത്തിക മേഖലകളോ നമ്മുടെ തൊഴിൽ ബിസിനസ് മേഖലകളോ, ഇവിടെയെല്ലാം ഒരു നല്ല കാലത്തിനായിട്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ആഗ്രഹിക്കാറുണ്ട് അല്ലേ. ഈ നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടിയേ? അല്ല സ്തോത്രം, ഒറ്റ കാര്യമേ അതിന് നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിങ്കലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? മടങ്ങി വരിക. സ്തോത്രം അല്ലെ. ദൈവത്തിങ്കലേക്കോ ദൈവത്തിൻ്റെ പ്രസൻസിലേക്കോ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന രീതിയിലോ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് സ്തോത്രം കടന്നു വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഞങ്ങളെ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണം. അങ്ങനെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് ഇസ്രായേൽ ജനം എപ്പോഴാണോ ദൈവിക ന്യായപ്രമാണത്തിലേക്ക്, ദൈവിക വിശുദ്ധിയിലേക്ക്, ദൈവിക ഇടപെടലുകളിലേക്ക് അവർ വന്നുവോ അപ്പോൾ അവർക്കൊരു നല്ല കാലം വന്നു. ഈ 2025-ാം ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ വന്നു നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക്, ആരാധനയിലേക്ക്, വിശുദ്ധിയിലേക്ക്, ദൈവകൃപയിലേക്ക്, അഭിഷേക തലത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാലത്തെ കൊണ്ടുവരും. ഒരു പുതുവർഷത്തിൽ ഈ പുതിയ തീരുമാനത്തോടെ പ്രവേശിക്കുവാനും ഒരു നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് കാണുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചെറുകടി മറച്ചാട്ട് ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.